അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ദുൽഹജ്ജ് മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ശ്രേഷ്ഠമാക്കിയ ഈ മാസത്തിൽ നാം പല വിധത്തിലുള്ള അനുഷ്ഠാനങ്ങളും ആരാധനകളും നിർവഹിക്കുന്ന സന്ദർഭം കൂടിയാണിത്. ദുൽഹജ്ജ് മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന ആരാധനകളും അനുഷ്ഠാനങ്ങളും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് ഹജ്ജ് കർമ്മമാവാം, ഉളുഹിയ്യത്താവാം, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഓരോ അനുഷ്ഠാനങ്ങളുമാവാം. ഏത് കർമ്മങ്ങൾ നാം പരിശോധിച്ചു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഹാജറ റളിയല്ലാഹു തആല അൻഹ, ഈ മൂന്ന് വ്യക്തികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചരിത്രത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് ദുൽഹജ്ജ് മാസവും ദുൽഹജ്ജ് മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന ആരാധനകളും കർമ്മങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അഥവാ മില്ലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്ത് എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭമാണ് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ വിശ്വാസികളോട് ആവർത്തിച്ച് അള്ളാഹു കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണം, അതിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം. അതൊരു കൽപ്പനയായി, ഒരാഹ്വാനമായി അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും ആവർത്തിച്ച് ഉത്ബോധിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുക എന്ന് പറയുന്നത് വമൻ യർഗബ് അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു, ഇബ്രാഹിമി മില്ലത്തിൻ്റെ വഴിയിൽ നിന്ന് തെന്നി ഒരാൾ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വഴിയെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റു വഴികളിലൂടെ മുന്നോട്ട് പോകാൻ ഒരാൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ വിഡ്ഢിത്തമാണെന്നും അങ്ങനെ ചെയ്യുന്നവർ വല്ലാത്ത അപകടങ്ങളിലേക്കാണ് ചെന്ന് ചാടുക എന്നും അതിനേക്കാൾ വലിയ വിഡ്ഢിത്തം മറ്റൊന്നുമില്ലെന്നും പടച്ചതമ്പുരാൻ വളരെ ഗൗരവത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും കാണാൻ സാധിക്കും. ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവകാശപ്പെടാൻ അർഹതയുള്ള സമൂഹമാണ് മുസ്ലിം സമൂഹം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, മാകാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയൻ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അബ്രഹാമിക് പാരമ്പര്യം അവകാശപ്പെടുന്ന പലരുമുണ്ട്. ജൂതന്മാർ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്, ക്രിസ്ത്യാനികൾ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ്, മക്കയിലെ മുശ്രിക്കുകൾ ആ പാരമ്പര്യം അവകാശപ്പെടുന്നവരായിരുന്നു. ഇതിനെയെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അള്ള പറയാണ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ജൂതനായിരുന്നില്ല, ക്രിസ്ത്യാനിയായിരുന്നില്ല, മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനുമായിരുന്നില്ല, മറിച്ച് വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച മുസ്ലിമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിതമായി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിക്കുമ്പോൾ ഇബ്രാഹിമി മില്ലത്തിൻ്റെ പാരമ്പര്യം അവകാശപ്പെടാൻ അർഹതയുള്ള ഏക സമൂഹം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹമാണ്. എങ്ങനെയാണ് ഇബ്രാഹിമി മില്ലത്തിൻ്റെ അവകാശികളായി മുസ്ലിം സമൂഹത്തിന് മാറാൻ കഴിയുക എന്ന ചോദ്യം ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ്. എന്താണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രത്യേകത എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതം മറുചോദ്യമില്ലാതെ സമ്പൂർണമായി സമർപ്പിച്ചു എന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തൻ്റെ ജീവിതം അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി പറയുമ്പോൾ അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ മുസ്ലിം ആവണം അഥവാ ജീവിതം സമ്പൂർണമായി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ, ആ ആഹ്വാനത്തിൻ്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറുപടി അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ നാഥ, നിന്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിതനായിരിക്കുന്നു, നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണമായി ഇതാ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തുന്ന ജീവിതം കൊണ്ട് തൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കുകയും ചെയ്തു എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൻ്റെ
ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബി കലിമാത്തിൻ ഫഅതമ്മഹുന്ന. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു പല വചനങ്ങളാൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തോറ്റുകൊടുത്തില്ല. ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ അദ്ദേഹം വിജയശ്രീലാളിതനായി എഴുന്നേറ്റ് നിന്നു എന്നതാണ് ആ പാരമ്പര്യത്തിന്റെ പ്രത്യേകത. ആ പാരമ്പര്യത്തെ അന്വർത്ഥമാക്കുന്ന കുടുംബമാണത് എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ വിശേഷണം. ആരാരുമില്ലാത്ത ഒരു മനുഷ്യൻ എന്നല്ല, ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ പാകമല്ലാത്ത, മക്കയുടെ ആകാശത്തിലൂടെ പറവകൾക്ക് പോലും പറന്നു പോകാൻ പറ്റാത്ത വിധം ജനജീവിതം, ജീവജാലങ്ങൾക്ക് ജീവിതം ദുസ്സഹമായ കൊടും മരുഭൂമിയിൽ തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകനെയും തന്നെയും തനിച്ചാക്കിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തിരിച്ചു പോകുമ്പോൾ ഹാജറ ബീവി പിന്നാലെ ഓടി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങളെ ഒറ്റക്കാക്കിക്കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്നാമത്തെയും രണ്ടാമത്തെയും ചോദ്യത്തിന് മറുപടി പറഞ്ഞില്ല. മൂന്നാമത് ഹാജറ ബീവി തന്നെ ഒന്നുകൂടി കൂട്ടി ചോദിച്ചു, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു, നഅം, അങ്ങനെയാണ്, അള്ളാഹിൻ്റെ കൽപ്പനയുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണെന്ന് പറയുമ്പോൾ ഹാജറ ബീവി പറയുന്നൊരു മറുപടിയുണ്ട്, ഇദൻ ലാ യുളയ്യഅന, എങ്കിൽ അള്ളാഹു ഒരിക്കലും നമ്മെ പാഴാക്കി കളയുകയില്ല, അള്ളാഹു ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. പടച്ചതമ്പുരാൻ കാണിക്കുന്ന വഴിയിലൂടെ ഈ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ആ ഉമ്മ ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ ഒറ്റ അടിസ്ഥാനത്തിൽ അഭിമുഖീകരിക്കുന്നു എന്നതാണ് ഹാജറ ബീവിയെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത് അവരുടെ പ്രിയപ്പെട്ട മകനാണ്. ആ മകനെ ബലിയർപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന വരുമ്പോൾ ഏതൊരു പിതാവും പതറിപ്പോകുന്ന സന്ദർഭമാണത്. ഏതൊരു മകനും ആകപ്പാടെ ബേജാറായി പോകുന്ന സന്ദർഭമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കൽപ്പന അള്ളാഹു തന്നോട് നൽകിയിട്ടുണ്ട് എന്ന വിവരം ആ മകനുമായി പങ്കുവെക്കുമ്പോൾ പ്രിയപ്പെട്ട കൊച്ചുമകൻ ആ ഉപ്പാനോട് പറയുന്നൊരു മറുപടിയുണ്ട്, യാ അബത്തിഫ് അൽ മാത്തു ഉമർ സത്തജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പ്രിയപ്പെട്ട പിതാവേ, എന്താണോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒരിക്കലും പതറിപ്പോകാൻ പാടില്ല. നിങ്ങളുടെ മനസ്സൊരിക്കലും ചാഞ്ചാടിപ്പോകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ ഇസ്തിഖാമത്തോടുകൂടി നിങ്ങൾ നിൽക്കണം. ഞാൻ ക്ഷമാശീലരുടെ കൂട്ടത്തിലാണെന്ന്, ക്ഷമാശീലരോടൊപ്പമാണ് ഞാനും ഉള്ളതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ കൽപ്പനയ്ക്ക് മുമ്പിൽ പിന്മാറിപ്പോകുന്ന പ്രശ്നമില്ലെന്ന് ആ ഉപ്പയും പ്രഖ്യാപിക്കുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ആ കുടുംബം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ കുടുംബത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചരിത്രത്തെ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജ് അനുഷ്ഠിക്കുമ്പോൾ, ദുൽഹജ്ജ് മാസത്തിൽ ഹജ്ജല്ലാത്ത മറ്റുള്ള അനുഷ്ഠാനങ്ങളുമായി നാം മുന്നോട്ട് പോകുമ്പോൾ ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അന്വേഷിക്കപ്പെടുന്നത്, യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പാരമ്പര്യത്തെ അന്വർത്ഥമാക്കുന്ന ജീവിതം നയിക്കുന്ന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ആവിഷ്കരിക്കുന്ന ഒരു തലമുറയെ, ഒരു സമൂഹത്തെ വർത്തമാന കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുക എന്ന സന്ദേശമാണ് യഥാർത്ഥത്തിൽ മില്ലത്തു ഇബ്രാഹിം നമുക്ക് പകർന്നു നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ മറുചോദ്യമില്ലാതെ അനുസരണശീലമുള്ള വ്യക്തിത്വമായി ആ വ്യക്തിയും കുടുംബവും എഴുന്നേറ്റ് നിന്നു എന്നതാണ് പ്രത്യേകതയെങ്കിൽ, ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിനെ പിൻപറ്റണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മറുവായന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാ തത്തബിഉ മില്ലത്ത ബനി ഇസ്രായേൽ, നിങ്ങൾ ബനു ഇസ്രായേലിൻ്റെ മില്ലത്തിനെ പിൻപറ്റാൻ പാടില്ല. ബനു ഇസ്രായേലിൻ്റെ പാരമ്പര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് കുതറിമാറാനുള്ള കുറുക്കുവഴികൾ അന്വേഷിക്കുന്ന ഒരു പ്രകൃതമാണ് പലപ്പോഴും അവർ പ്രകടിപ്പിച്ചത്. സൂറത്തുൽ ബഖറയിൽ തന്നെ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഒരു പശുവിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു അവരോട് കൽപ്പിച്ചപ്പോൾ, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തദ്ബഹു അൽ ബഖറ, ഏതെങ്കിലും ഒരു പശുവിനെ അറുക്കാനായിരുന്നു അള്ളാഹിൻ്റെ കൽപ്പന. പക്ഷേ ആ കൽപ്പന അനുസരിക്കുന്നതിന് പകരം അവർ അള്ളാഹുവിനോട് മറുത്തു ചോദിക്കുകയാണ്, ഏത് പശുവിനെയാണ് അറുക്കേണ്ടത്? അള്ളാഹു ആ പശുവിനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ വീണ്ടും അവരുടെ ചോദ്യം, ഏത് നിറത്തിലുള്ള പശുവിനെയാണ് അറുക്കേണ്ടത്? നിറവും അള്ളാഹു വിശദീകരിച്ചു കൊടുത്തപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല,
ഒന്നുകൂടി വ്യക്തമാക്കി തരണം. ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ദൈവീകമായ കൽപ്പനകളിൽ നിന്ന് കുതറിമാറാൻ നിരന്തരമായി ശ്രമിച്ച ഒരു വിഭാഗമായിരുന്നു അവർ എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മില്ലത്തു ഇബ്രാഹീമിന്റെ വക്താക്കളായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട്, യദ്ദൗർ അപ്ന ഇബ്രാഹിം കി തലാഷ് മേ ഹെ. ഈ കാലഘട്ടത്തിന്റെ ഇബ്രാഹീമിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇബ്രാഹിമുകളെ ഈ കാലഘട്ടത്തിന് യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട്. സനം കിദാഹെ ജഹാ ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം, അത് നിങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ബിംബവും ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നമില്ല. വേറെ ഒരു ആശയങ്ങൾക്കും പ്രസക്തി ഉണ്ടാവുകയില്ല. മറിച്ച് ദൈവികമായ കൽപ്പനകൾ ഈ ഭൂമി ലോകത്ത് ഒരു മനോഹരമായ സാമൂഹ്യ ഘടനയെ അതുവഴി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് അതിന് അർഹതപ്പെട്ട, അതിന് യോഗ്യരായ ഇബ്രാഹീമുകളായി ഈ കാലഘട്ടത്തിൽ ഉയർന്നു നിൽക്കുക എന്ന് പറയുന്നത് അല്ലാമ ഇഖ്ബാൽ ഹജ്ജും അനുഷ്ഠാനങ്ങളും ഇബ്രാഹിമി ചരിത്രവുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മോട് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, ആജ് ബി ഹോ ജോ ഇബ്രാഹിം ക ഈമാൻ പൈദ. ഈ കാലഘട്ടത്തിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈമാനിനെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രകടിപ്പിച്ച കരുത്തുറ്റ ഈമാനിന്റെ പ്രതീകമായി ഈ കാലഘട്ടത്തിലും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കണം. ആഗ് കർ സക്തി ഹെ അന്താസെ ഗുലിസ്ഥാൻ പൈദ. നമുക്ക് തീക്കുണ്ടാരങ്ങളെ വലിയ പൂന്തോട്ടങ്ങളാക്കി മാറ്റാനും കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ മുമ്പിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തീക്കുണ്ടാരത്തെ ഏത് പ്രകാരമാണോ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്, അതുപ്രകാരം നമ്മുടെ മുമ്പിലുള്ള തീക്കുണ്ടാരങ്ങളെ നമുക്ക് പൂന്തോപ്പുകളാക്കി മാറ്റിയെടുക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്ത് യഥാർത്ഥത്തിൽ നാം ചർച്ച ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ കേവലം വൈകാരികമായ ചരിത്ര വർത്തമാനങ്ങളിൽ മാത്രം പരിമിതപ്പെടേണ്ട ഒരു സന്ദർഭമല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതം, ഹാജറ ബീവിയുടെ ചരിത്രം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം, അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിക ദൗത്യം നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംഘമായിട്ട് നമുക്ക് മാറാൻ കഴിയുക എന്നുള്ളതാണ്. സൂറത്തുൽ ഹജ്ജ്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹജ്ജ് കർമ്മം, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഷ്ഠാനങ്ങൾ, ബലികർമ്മം, ഇതെല്ലാം പരാമർശിക്കപ്പെടുന്ന സൂറത്താണ്. ആ സൂറത്ത് അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി ഹുവജ്തബാക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ടതുപോലെ ജിഹാദ് ചെയ്യണം. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ് നിങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉത്തരവാദിത്വം നിങ്ങളിൽ ഏൽപ്പിക്കുന്നതിലൂടെ നിങ്ങളെ ഒരിക്കലും പ്രയാസപ്പെടുത്തണമെന്നോ ബുദ്ധിമുട്ടിക്കണമെന്നോ അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പൂർവ്വ പിതാവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ദൗത്യം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുന്ന, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കുടുംബത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നാം ധാരാളമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ കുടുംബം, ആ വ്യക്തികൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന മനോഹരമായ ജീവിത മാതൃകകളുണ്ട്. ആ മാതൃകകളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഇസ്ലാമിക ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.